Good morning, all. Good morning, ma'am. Good morning. Yeah, good morning, all. Yeah, okay. How are you all? Nikane Shesha. Class ലാരില്ലേ കേൾക്കുന്നില്ല? Can you hear me? കുഴപ്പമില്ല മാം, അങ്ങനെ പോണു. അങ്ങനെ പോകും. മാമിന്റെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായി? എന്തോ മാമിന്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം പിന്നെ നല്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി? ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ. എന്താണ് ആക്റ്റീവ് എല്ലാവരും? എന്ത് പറ്റി? ക്ലാസ്സിൽ ആരും ഇല്ലേ? എന്തൊന്നും മിണ്ടാത്തേ? ആ എന്ത് പറ്റി? എന്താണ് ആരും മിണ്ടാത്തേ? No response. So, class start ചെയ്യാം. എന്താണ് കേൾക്കുന്നുണ്ട് ആരെങ്കിലും? റെസ്പോണ്ട് ചെയ്യൂ. അല്ലാത്തത് കുറവാണ് ക്ലാസ്സില്. ആണോ? ഇതൊന്നും ആബ്സെന്റ് ഉള്ള പോലെ തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ നമ്മള് പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി അല്ലെ? പ്രസന്റ് ടെൻസ് നമ്മൾ മലയാളം കുറച്ച് സെന്റൻസ് ഒക്കെ പറഞ്ഞു, ട്രാൻസ്ലേറ്റ് ചെയ്തു. ചെയ്തിരുന്നില്ലേ? ക്ലിയർ അല്ലേ? പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ആൻസർ മീ. Do you have any doubt about the topic present tense? ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആണ് എന്നാണ് പറയുന്നത് അല്ലെ? ഓക്കെ. സോ നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് അല്ലെ? സോ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഇതിലും പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? സോ സ്ക്രീനിൽ നോക്ക് എല്ലാവരും. സോ പാസ്റ്റ് സിമ്പിൾ അല്ലെ? എന്താണ്? ടു ടോക്ക് അബൌട്ട് ആക്ഷൻ ദാറ്റ് ഫിനിഷ്ഡ് ഇൻ ദ പാസ്റ്റ് അല്ലെ? ടുഗദർ വിത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സോ എന്താണ് പാസ്റ്റ് സിമ്പിൾ എന്ന് പറയുമ്പോ എന്താണ്? എന്തായാലും പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കഴിഞ്ഞ ഒരു കാര്യമാണ്. സോ ഫിനിഷ്ഡ് ആണ് അല്ലെ? സോ ഫിനിഷ്ഡ് ആണ് അല്ലെ? ഇതാണ് പാസ്റ്റ് എന്ന് പറയാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? സോ എക്സാമ്പിൾസ് ഒക്കെ നോക്കൂ. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ലാസ്റ്റ് വീക്ക്. സോ ഇവിടെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വിസിറ്റഡ് വന്നു അല്ലെ? ഇവിടെ നോക്കൂ, സബ്ജക്ട് ഏതായാലും ഐ, യു, ബി, ദേ, ഹി, ഷീ, ഇറ്റ്, സബ്ജക്ട് ഏതായാലും അതിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യണ്ടേ? V2 ഫോം അല്ലെ? ടെൻസിന്റെ വേർഡിന്റെ V2 ഫോം ആണ് യൂസ് ചെയ്യാം. വേർബിന് V2 ഫോം. ഓക്കെ. ദെൻ ഇവിടെ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. സോ വിസിറ്റ് എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. അതിന്റെ V2 ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? വിസിറ്റഡ് എന്ന് വരും അല്ലെ? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ലാസ്റ്റ് വീക്ക്. സോ ഏതാണ്? എന്താണ്? പാസ്റ്റ് ആണ്. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ പോയതാണ് അല്ലെ? കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത്. സോ ഈ സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും
എന്താണ് അതൊരു പാസ്റ്റ് ആണ്. പാസ്റ്റ് പറഞ്ഞ കാര്യം, പാസ്റ്റ് നടന്ന കാര്യമാണ് പറയുന്നത് അല്ലെ. ഞാൻ എന്താണ് എന്റെ ഫ്രണ്ട്സിനെ കഴിഞ്ഞ ആഴ്ച വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ കഴിഞ്ഞു, ഫിനിഷ്ഡ് ആണ്, ഓൾറെഡി ഇറ്റ്സ് ഫിനിഷ്ഡ്. സോ ദ സെക്കൻഡ് വൺ, ഐ met them a few days ago. സോ ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്താണ് V2 ഫോം ആണ് യൂസ് ചെയ്തത്. വെർബിന് V2 ഫോം അല്ലെ. മീറ്റ് എന്ന വാക്കിന്റെ V2 ഫോം എന്താണ്? met ആണ് അല്ലെ, met. സോ ഐ met them a few days ago. ago എന്ന് പറയുന്നതും കഴിഞ്ഞു പോയതാണ് അല്ലെ. സോ എന്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്താണ് ഞാൻ അവരെ കണ്ടു. ഓക്കെ. Then Sam cooked a tasty dinner yesterday. സോ ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് സാം ആണ്. സാമോട് എന്താ ചെയ്തേ? വെർബ് എന്ന് പറയുന്നത് കുക്ക് ആണ് അല്ലെ. സോ കുക്കിന്റെ V2 ഫോം ആണ് cooked. ഓക്കെ. സോ Sam cooked a tasty dinner yesterday. Yesterday means ഇന്നലെ. സോ പാസ്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, my mother saw a movie yesterday. ഇവിടെ എന്താണ്? സി എന്ന് പറയുന്ന ബേസ് ഫോമിന്റെ V2 ഫോം ആണ് സോ. അപ്പൊ എന്താണ്? അത് പാസ്റ്റ് ആണ്. പിന്നെ yesterday എന്ന് പറയുന്നത് ഇന്നലെ അല്ലെ. അപ്പൊ my brother saw a movie yesterday. എന്താണ്? അവൻ എന്റെ അനിയൻ എന്താ ഇന്നലെ ഒരു മൂവി കണ്ടു അല്ലെ. കണ്ടു, ചെയ്തു, അതൊക്കെ ഫിനിഷ്ഡ് ആയ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ പറയുന്നത് പാസ്റ്റിലാണ്. ഓക്കെ. ലാസ്റ്റ് ഇയർ ഐ traveled to France. traveled കണ്ടോ? travelന്റെ V2 ഫോം ആണ് travel. Clear? Then my mother bought a dress for me. ബോട്ടിന്റെ എന്താണ് ബേസ് ഫോം? എന്താണ് ബോട്ടിന്റെ? ബൈ ആണല്ലേ. സോ അതിന്റെ V2 ഫോം ആണ് ബോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. സോ ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് അറിയാം, കണ്ടിന്യൂ ചെയ്യുന്നതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. നമ്മള് പ്രസന്റിൽ പഠിച്ചത് തന്നെ അതിന്റെ പാസ്റ്റ് ആണ് ഫുൾ അല്ലെ. ഏത് സെന്റൻസും വേർഡ്സ് ഒക്കെ പാസ്റ്റ് പറയുന്നതാണ്. ഇത് പാസ്റ്റ് ടെൻസിൽ മെയിൻ ആയിട്ട് വരും. സോ പാസ്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാ വരാ? സബ്ജക്റ്റിന്റെ കൂടെ വാസ് അല്ലെങ്കിൽ വേർ അവൻ അല്ലെ. വാസ് അല്ലെങ്കിൽ വേർ, ദെൻ ing ഫോം. ഓക്കെ. അപ്പോ ഐ, ഹി, ഷി, ഇറ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ വാസ് ആണ് വരാ. സോ വേർ പ്ലസ് ing ഫോം. ദെൻ വി, യു, ദേ ആണെങ്കിൽ വേറെ വരാ. സോ ഇതൊക്കെ പ്ലൂറൽ ആണ്. വി, യു, ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. സോ അതിന്റെ കൂടെ വേറെ ആണ് വരാ. ഐ, ഷി, ഇറ്റ് ആണെങ്കിൽ സിംഗുലർ ആണ്. സോ അതിന്റെ കൂടെ വാസ് ആണ് വരാ. ക്ലിയർ? നോക്കൂ, ഐ വാസ് റീഡിംഗ് വെൻ ദ ഫോൺ റാങ്. എന്താണ്? ഫോൺ ബെല്ലടിച്ചപ്പോൾ, റിംഗ് ചെയ്തപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? പഠിക്കുകയായിരുന്നു. ആയിരുന്നു, ചെയ്യുകയായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ പറയുന്നതാണ് എന്ത്? പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ്? ചെയ്തു, കണ്ടു, അങ്ങനെ വരാം. ഓക്കെ, അതൊക്കെ ഫിനിഷ്ഡ് ആണ്. ചെയ്തു, കണ്ടു, പോയി, അങ്ങനെയൊക്കെ പറയുന്നത്. കണ്ടിന്യൂസ് വരുമ്പോൾ എന്താണ്? ആയിരുന്നു, അങ്ങനെ വരും. മനസ്സിലായോ? സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. When his father came, he was playing cricket. എന്താണ്? അവന്റെ അച്ഛൻ വന്നപ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു അല്ലെ. സോ ഇവിടെ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്താണ്? when his father came. സോ കമ്മിന്റെ എന്താണ്? V2 ഫോം ആണ് came. സോ then he was playing. കണ്ടോ? വെർബിന്റെ കൂടെ ing ഫോം കൊടുക്കണം. സോ playing. he ആയതുകൊണ്ട് was യൂസ് ചെയ്തു. So when his father came, he was playing cricket. Okay, the third one, it started to rain while we were playing. അല്ലെ, എന്താണ്? മഴ പെയ്ത് തുടങ്ങിയപ്പോൾ അവരെന്താണ്? കളിക്കുകയായിരുന്നു അല്ലെ. സോ അവിടെ എന്താണ് വ്യത്യാസം? എന്താണ്? വി എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. സോ വി വെയർ, അവിടെ വി വെയറിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ. സോ ആ വെയർ അല്ല, WERE ആണ്. ഓക്കെ. Then while we were cooking, she was sleeping. എന്താണ്? അവള് കുക്ക് ചെയ്തിരുന്നപ്പോൾ എന്താണ്? അവള് ഉറങ്ങുകയായിരുന്നു അല്ലെ. She was sleeping. She ആയതുകൊണ്ട് അവിടെ was യൂസ് ചെയ്തു.
Then when the phone rang, she was writing a letter. Phone ring ചെയ്തപ്പോൾ റിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവള് ലെറ്റർ എഴുതുകയായിരുന്നു. സോ ക്ലിയർ ആണോ? സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ് രണ്ട് ക്ലിയർ ആണ് എല്ലാവർക്കും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? Do you have any doubts? Answer me, yes or no. റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യൂ. മറ്റു ക്ലാസ്സിനെ പോലെയല്ല, ഇംഗ്ലീഷ് ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യണം. റിപ്പീറ്റ്. മാം ഞാൻ ഇപ്പം ജോയിൻ ചെയ്തുള്ളൂ. ഓക്കെ, നിങ്ങൾ സംസാരിക്കൂ, കമന്റ് ചെയ്യാതെ സംസാരിക്കൂ. ക്ലാസ്സില് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ സംസാരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് റീഡിങ് പറയുന്നതാണോ പറയുന്നേ? യെസ് മാം, ഫസ്റ്റ് മുതൽ ഒന്നുകൂടി പറയാവോ? പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഫിനിഷ് ചെയ്ത കാര്യം. അതായത് എക്സാമ്പിൾ നോക്കിയേ, ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച, അതായത് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച അങ്ങനെ പറയും അല്ലെ. ലാസ്റ്റ് വീക്ക് എന്റെ ഫ്രണ്ട്സിനെ ഞാൻ വിസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ചെയ്തു എന്ന് വരുമ്പോൾ അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് അല്ലെ. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്തു. സോ ഒരു ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ പറയുന്ന, അങ്ങനെ പാസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾക്കാണ് ഈ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുക. ഒരു ചെയ്ത് കഴിഞ്ഞ കാര്യം, മനസ്സിലായോ? ഇപ്പോ എന്താണ്, കഴിഞ്ഞ ഇന്നലെ ഞാനൊരു ടേസ്റ്റി ഡിന്നർ ഉണ്ടാക്കി അല്ലെ, കുക്ക് ചെയ്തു അല്ലെ, ഫിനിഷ്ഡ് ആണ്, ചെയ്തു. അത് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതൊക്കെ എന്താണ്? ഈ പാസ്റ്റ് സിമ്പിളാ വരാം, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ ഓൾറെഡി, അത് ഫിനിഷ് ചെയ്ത കാര്യങ്ങളാണ്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാം, പാസ്റ്റിൽ പറയാം. സോ അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഈ സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അതിപ്പോ നമ്മൾ പ്രസന്റ് സിമ്പിൾ ആയാലും അങ്ങനെ യൂസ് ചെയ്തിരുന്നേ അല്ലെ. അവൻ പഠിക്കുന്നു, ഈ സ്റ്റഡി അല്ലെ, ഈ സ്റ്റഡി എന്ന് പറയാം. അപ്പൊ പഠിക്കുന്നു എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. സോ അത് പാസ്റ്റിലേക്ക് വരുമ്പോ എന്താണ്? അവൻ പഠിച്ചു എന്ന് വരും. ഈ സ്റ്റഡീഡ് അല്ലെ, അത്രയേ ഉള്ളു വ്യത്യാസം. പിന്നെ എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ ചെയ്ത കാര്യം. അതായത് അവൻ പഠിക്കുകയായിരുന്നു, അവൻ അവിടെ പോയിരുന്നു എന്നൊക്കെ പറയില്ലേ. അവനത് എന്താണ്? ആയിരുന്നു വെച്ച് പറയും. അത് കണ്ടിന്യൂസ് ആണ് അല്ലെ. അവൻ കുക്ക് ചെയ്യുകയായിരുന്നു, അവൻ ഉറങ്ങുകയായിരുന്നു, അവൻ എഴുതുകയായിരുന്നു, അവൻ പഠിക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അവൻ എഴുതുകയായിരുന്നു എന്ന് പറയുമ്പോ എന്താ? അവൻ എഴുതുകയായിരുന്നു. ഹി വാസ് റൈറ്റിംഗ് അല്ലെ, ഹി വാസ് റൈറ്റിംഗ്. അത് പ്രസന്റ് കണ്ടിന്യൂസ്ലി ആണെങ്കിലോ ഹി ഈസ് റൈറ്റിംഗ്, അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു അല്ലെ. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ്ലി വരുമ്പോൾ എന്താണ്? ഹിസ് റൈറ്റിംഗ് എന്ന് വരും. സോ അത് പാസ്റ്റിൽ വരുമ്പോ എന്താ? ഹി വാസ് റൈറ്റിംഗ്, അവൻ എഴുതുകയായിരുന്നു, കഴിഞ്ഞു അല്ലെ. അപ്പൊ ഹി വാസ് റൈറ്റിംഗ്. ഓക്കെ, ഇപ്പോ അവർ കളിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ എന്താ? they were playing. സോ അത് പ്രസന്റ് കണ്ടിന്യൂസിലാണെങ്കിലോ they are playing വരും. അത് പാസ്റ്റ് ആകുമ്പോ ഈ ആറിന് പകരം വേറെ വരും അല്ലെ. അപ്പൊ they were playing. സോ ഇപ്പൊ പാസ്റ്റും സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും ക്ലിയർ ആണോ? Okay, yeah. So moving on to next, past perfect tense. നമ്മള് പ്രസന്റ് പെർഫെക്റ്റിൽ എന്താ പറഞ്ഞേ? ഹാസോ ഹാവോ യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ അതൊന്നുമില്ല. ഏത് സബ്ജക്റ്റ് ആയാലും അതിന്റെ കൂടെ എന്താണ്? ഹാഡ് ആണ് യൂസ് ചെയ്യുക. സോ ഹാഡ് ആണ് യൂസ് ചെയ്യുക. Then അതിന്റെ V3 ഫോം ഓഫ് ദി verb അല്ലെ. വെർബിന്റെ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഒരു എക്സാമ്പിൾ നോക്കിയേ. I have reached the school before the bell rang.
ബെല്ലടിക്കുന്നതിന് മുമ്പ് അവൻ സ്കൂൾ എത്തി അല്ലെ, കഴിഞ്ഞു, പാസ്റ്റ് ആണ്, എത്തി. സോ അങ്ങനെ എത്തി എന്ന് അറിയിക്കേണ്ടത് ഐ ഹാഡ്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, അതിന്റെ കൂടെ ഹാഡ് യൂസ് ചെയ്തു. സോ സബ്ജക്ട് ഏതോ ആയിക്കോട്ടെ, നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാവോ ഹാസോ ഒന്നുമില്ല, പാസ്റ്റ് ആയതുകൊണ്ട് ഹാഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹാഡ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ അതിന്റെ കൂടെ V3 form, റീച്ച്ഡ് അല്ലെ, റീച്ച്ഡ് എന്ന് പറയുമ്പോൾ V3 form ആണ്. സോ റീച്ച്ഡ് ദ സ്കൂൾ ബിഫോർ ദ ബെൽ റാങ്. ഇവിടെ റാങ് ആണ് പറഞ്ഞത്, അതൊന്നുമല്ല. പാസ്റ്റിൽ എന്ന് പറയുമ്പോഴും അവിടെ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മള് പാസ്റ്റ് ഫോമിൽ തന്നെ പറയണം. ഓക്കെ, സോ നെക്സ്റ്റ് the train had left daily ആട്ടോ. The train had left by the time I reached at the station. I reached വരെ. ഓക്കെ, സോ ആ ഒരു സെന്റൻസ് മിസ്റ്റേക്ക് ഉണ്ടേ, ഞാനിത് ക്ലിയർ ചെയ്ത് തരാം. സപ്പോസ് ഞാൻ മറന്നു പോയെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ പാസ്റ്റ് പെർഫെക്റ്റ്ലി ഇത്രയും മനസ്സിലാക്കുക. ഹാഡിന്റെ കൂടെ V3 ഫോം യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. സബ്ജക്ട് ഏതോ ആയിക്കോട്ടെ, അതിന്റെ കൂടെ ഹാഡ് യൂസ് ചെയ്യണം, അതിന്റെ കൂടെ എന്താണ് V3 ഫോം യൂസ് ചെയ്യണം. ദാറ്റ്സ് ഓൾ, ക്ലിയർ. നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്ലി എന്താണ്, പ്രസന്റ് പെർഫെക്റ്റ്ലി പറഞ്ഞ പോലെ ഹാസിന്റെ കൂടെ ഹാവിന്റെ കൂടെ ബീൻ ചേർക്കണം എന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറയാ, ഹാഡിന്റെ കൂടെ ബീൻ ചേർക്കണം, then ing form of the verb. That's all. So സബ്ജക്ട് ഐ ആണ്, അയ്യോ ഏത് സബ്ജക്ട് ആയിക്കോട്ടെ ഹാഡ് യൂസ് ചെയ്യാം, then എന്താണ് അതിനെ കൂടെ ബീൻ യൂസ് ചെയ്യാം, then ing form. That's all. Okay, I had been waiting there for 2 hours when she finally arrived. എന്താണ്, ഞാൻ എന്താണ് 2 മണിക്കൂറായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, then അവള് എത്തി. So arrived. Okay, clear. Then she was tired because she had been working all day. അവൾ എന്താണ്, ടയേർഡ് ആണ്, കാരണം എന്താണ്, അവൾ ആ ഫുൾ ഡേ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ മീനിങ് മനസ്സിലായോ? Then I had been reading for hours before he came. എന്താണ്, ഞാൻ മണിക്കൂറുകളാണ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്ത്, അവൻ വരുന്നതിന് മുൻപ്. സോ അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം. എല്ലാ ടെൻസിന്റെയും സ്ട്രക്ചർ എപ്പോഴും മനസ്സിലാക്കി വെക്കും. ക്ലിയർ ആണോ? പാസ്റ്റ് ടെൻസ് ക്ലിയർ ആയോ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങൾക്കൊന്ന് റെസ്പോണ്ട് ചെയ്താൽ മതിയില്ലേ? മനസ്സിലായി എന്ന് പറയൂ. യാ, ക്ലിയർ. എല്ലാവർക്കും ക്ലിയർ ആണോ? 2 പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ക്ലിയർ ആണോ അല്ലയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഞാനൊന്നും പറയില്ല. Can ask me if you have any doubts. സോ ക്ലിയർ ആണോ? എന്താ ആരും മിണ്ടാത്ത? 2 പേര് മാത്രമേ പറഞ്ഞുള്ളൂ. യാ, വിഷ ക്ലിയർ ആണ്. ഓക്കെ, വേറെ ആരാ? നയന ടെൻസ് ആണ്. യെസ് മാം. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല. ആദ്യം ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മുമ്പ് ജോയിൻ. ക്ലിയർ ആയില്ല. പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഓൾറെഡി കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. സോ നമ്മൾ പ്രസന്റ് ടെൻസിൽ പഠിച്ച പോലെ അതിനെന്താണ്, സിമ്പിൾ ഉണ്ട്, പിന്നെ കണ്ടിന്യൂസ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. സോ നമ്മൾ പ്രസന്റിൽ എങ്ങനെയാണോ പഠിച്ചത് അതിന്റെ തന്നെ എന്താണ്, പാസ്റ്റ് ആയിരിക്കും ഈ പാസ്റ്റ് ടെൻസിൽ വരും. സോ ഒരുപാട് തലമുകയേണ്ട, സിമ്പിൾ ആണ്. സ്ട്രക്ചറിൽ നേരിയ വ്യത്യാസം വരുന്നുണ്ട്. സോ സ്ട്രക്ചർ പഠിച്ചു വെക്കുക ഫസ്റ്റ്. മനസ്സിലായോ? ഇപ്പോ സിമ്പിൾ പ്രസന്റിൽ നമ്മൾ പറയുമ്പോ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റിന് കൂടെ എപ്പോഴും ഫസ്റ്റ് ബേസിക് ഫോം ആയിരിക്കും വരാം, അല്ലെ? സോ അതിവിടെ പാസ്റ്റ് വരുമ്പോൾ സബ്ജക്റ്റിന് കൂടെ എന്താ, P2 ഫോം ആയിരിക്കും വരാം. സോ കഴിഞ്ഞ പോയ കാര്യമില്ലേ, അതായത് ഇപ്പോ നമ്മുടെ പ്രസന്റിൽ പറയുമ്പോ ഹി ഡാൻസ് എന്ന് പറയും, അല്ലെ? അപ്പോ അതിന്റെ പാസ്റ്റ് എന്തായിരിക്കും വരാം?
പാസ്റ്റ് എന്തായിരിക്കും വരാം? ഡാൻസ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. സോ അതിന്റെ പാസ്റ്റ് എന്താ വരാം? ഡാൻസ്ഡ്. ഡാൻസ്ഡ്. അല്ല, ഡാൻസിന്റെ T2 ഫോം എടുക്കുക. സോ ഡാൻസ്ഡ്. അപ്പൊ അത്രയേ ഉള്ളൂ. സിമ്പിൾ വരും. ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ ആണ്. സിമ്പിൾ അത്രയേ ഉള്ളൂ. ഓക്കെ. ദെൻ കണ്ടിന്യൂസ് ഫോം അല്ലെ, കണ്ടിന്യൂസില് പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോ ഷീ ഈസ് റൈറ്റിംഗ് എന്ന് പറയും അല്ലെ, ഈസ് റൈറ്റിംഗ്. സോ അത് പാസ്റ്റിൽ വരുമ്പോ എന്താ വരാ? വാസ് ഡാൻസ്. ഷി വാസ് റൈറ്റിംഗ് എന്ന് വരും. മനസ്സിലായോ? ദെൻ നമ്മൾ പറഞ്ഞ പോലെ they are watching movie എന്ന് പറഞ്ഞു. They are watching movie. സോ അതിൽ പാസ്റ്റ് എങ്ങനെയാ പറയാ? They were watching. They were watching ആണ്. സോ അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. ദെൻ പാസ്റ്റ് പെർഫെക്റ്റില് നമ്മൾ പറഞ്ഞു ഐ ആവുമ്പോ ഹാവ് യൂസ് ചെയ്യണം, ഷീ ആവുമ്പോ ഹാസ് യൂസ് ചെയ്യണം. പക്ഷെ ഇവിടെ പാസ്റ്റിൽ അങ്ങനെയല്ല. ഐ ആയാലും ഷീ ആയാലും എന്തായാലും ഹാഡാ യൂസ് ചെയ്യേണ്ടത്. സോ ഓൾറെഡി ഫിനിഷ് ചെയ്ത കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ പാസ്റ്റ് ആണ്. പാസ്റ്റിലാണ് എന്ത് ഹാഡ് യൂസ് ചെയ്യേണ്ടത്. സോ എന്താണ് സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് യൂസ് ചെയ്യാം. ദെൻ V3 ഫോം യൂസ് ചെയ്യാം. വെർബിന് V3 ഫോം യൂസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റിലും വരിക. ഹാഡ് യൂസ് ചെയ്യാം, ദെൻ ബി, ദെൻ ing ഫോം. സോ സ്ട്രക്ചർ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? മനസ്സിലായോ എല്ലാവർക്കും? നിഷക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഡൗട്ട് ഉണ്ടോ ഇനി? എന്തെങ്കിലും ചോദിക്കൂ. ഇല്ല? മാം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണോ ഹാഡ് യൂസ് ചെയ്യേണ്ടത്? ഹാഡ് ing ചെയ്യും. അതെ. പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ്. അത് ശ്രദ്ധിക്കുക. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഹാഡ് ബി ing. മനസ്സിലായോ? ബി ing വരും പെർഫെക്റ്റ് കണ്ടിന്യൂസില്. പെർഫെക്റ്റിലാണെങ്കിൽ ഹാഡ് V3 ഫോം. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ഐ ഹാഡ് റീച്ച്ഡ്, ഐ ഹാഡ് ഇത് വെർബലി ആയാലും ഐ ഹാഡ് സ്റ്റഡീഡ്. മനസ്സിലായോ? ഏത് വെർബലി ആയാലും V3 ഫോം യൂസ് ചെയ്യണം. ഹാഡും പറയാം. ഐക്ക് പകരം നമുക്ക് അവിടെ ഐ എന്നുള്ളതിന്റെ അടുത്ത് ദേ ചേർക്കാൻ പറ്റുമോ? ചേർക്കാം. സബ്ജക്ട് ഏതായാലും ഹാഡ് ചേർക്കാം. മനസ്സിലായോ? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഈ സബ്ജക്ട് എല്ലാത്തിന്റെ കൂടെ നമുക്ക് ഹാഡ് ചേർക്കാം. ഓക്കെ. അതുപോലെ തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരാം. നമ്മൾ പ്രസന്റിൽ പറഞ്ഞപ്പോ ഐയുടെ കൂടെ ഹാവ് ചേർക്കാൻ പാടുള്ളൂ, ഷീയുടെ കൂടെ ഹാസ് ചേർക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പാസ്റ്റിൽ വരുമ്പോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഏത് സബ്ജക്റ്റിന്റെ കൂടെയും ഹാഡ് യൂസ് ചെയ്യാം. ഇവിടെ ഹാവോ ഹാസോ ഇല്ല, ഹാഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ക്ലിയർ ആണോ? ഓക്കെ മാം. ക്ലിയർ. സോ നമുക്ക് കുറച്ച് മലയാളം പറയാം. ട്രാൻസ്ലേറ്റ് ചെയ്യോ? പാസ്റ്റ് എന്തെങ്കിലും പറയൂ, മലയാളം പറയൂ, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പറയൂ, ആരെങ്കിലും ഒന്ന് പറയൂ. I played dance. I played cricket. മലയാളം പറയും. മലയാളം
നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാൻ ഇന്നലെ ഡാൻസ് കളിച്ചു. ക്രിക്കറ്റ് കളിച്ചു. ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു എന്നുള്ളത്. ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. പറഞ്ഞു നോക്കിയേ എല്ലാവരും. ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. I played cricket yesterday. Yeah, correct. I played cricket yesterday. So അത് സിമ്പിൾ ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. I played cricket yesterday. ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് മലയാളം പറയൂ. ഇന്നലെ എന്റെ ഫ്രണ്ട് ഒരു മൂവി കണ്ടു, അല്ലെ ഒരു ഹൊറർ മൂവി. ഇന്നലെ എന്റെ ഫ്രണ്ട് ഒരു ഹൊറർ മൂവി കണ്ടു. ഓക്കെ, ഇങ്ങനെ വരാം. My friend watched a horror movie. ഹൊറർ മൂവി yesterday അല്ലെ. My friend watched a horror movie yesterday. ഇന്നലെ എന്റെ ഫ്രണ്ട് ഇന്നലെ ഒരു ഹൊറർ മൂവി കണ്ടു. സോ ക്ലിയർ ആണ് അല്ലെ. My friend watched a horror movie yesterday. Clear? ക്ലിയർ ആയോ? ഞാൻ പറയട്ടെ ഒരെണ്ണം. ഞാൻ അവളെ കണ്ടപ്പോൾ അവള് സ്റ്റേജില് ഡാൻസ് കളിക്കുകയായിരുന്നു. ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയായിരുന്നു. When I saw her, she was dancing on the stage. Yeah. When I saw her, she was dancing on the stage. അല്ലെ. അപ്പൊ എന്താണ് ഞാൻ അവളെ കണ്ടപ്പോൾ എന്ന് ആദ്യം പറയാം. എന്താണ് കണ്ടപ്പോൾ? സോ എന്താ പറയാ, വെൻ യൂസ് ചെയ്യണം. അപ്പോൾ എന്നൊക്കെ പറയുമ്പോ വെൻ യൂസ് ചെയ്യണം. ഞാൻ അവളെ എന്ന് പറയുമ്പോ എന്താ, വെൻ ഐ വരുന്നത്. വെൻ ഐ. സിയുടെ ഫസ്റ്റ് ഫോം എടുക്കാം, അതായത് വീറ്റ് ഫോം എടുക്കാം. ഏതാണ് സിയുടെ വീറ്റ് ഫോം? സോ. അപ്പൊ വെൻ ഐ സോ ഹർ, ഞാൻ അവളെ കണ്ടപ്പോൾ. മനസ്സിലായോ? വെൻ ഐ സോ ഹർ, അവൾ എന്ത് ചെയ്യായിരുന്നു? ഡാൻസ് കളിക്കുകയായിരുന്നു. എവിടെ? സ്റ്റേജില്. അപ്പൊ എന്താ പറയാ, ഷീ ആയതുകൊണ്ട് അവിടെ വാസ് വരും. വാസ് യൂസ് ചെയ്യണം. കണ്ടിന്യൂസ് ഫോം ആണ് അല്ലെ, ING ഫോം യൂസ് ചെയ്യണം. അപ്പൊ ഡാൻസിങ് അല്ലെ, ഡാൻസ് പറയുമ്പോൾ ഡാൻസിങ് ആവുക. ഷി വാസ് ഡാൻസിങ് എവിടെ? സ്റ്റേജില് അല്ലെ. അപ്പൊ എന്താ വരാ, ഓൺ ദ സ്റ്റേജ് ആണോ ഇൻ ദ സ്റ്റേജ് ആണോ വരാ? On the stage. ഓൺ ദ സ്റ്റേജ് ആണ് അല്ലെ, സർഫേസ് ആണ്. ഓൺ ദ സ്റ്റേജ് ആണ് വരാ. എന്താണ്? when I saw her, she was dancing on the stage. I was dancing on stage when I saw her. ലതു മിസ്റ്റേക്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് എന്താണ്, ഞാൻ അവളെ കണ്ടപ്പോൾ എന്താണ് പറയണം. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയാം. ഞാൻ അവളെ കണ്ടപ്പോൾ അവള് ഡാൻസ് കളിക്കുകയായിരുന്നു, സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയായിരുന്നു. സോ ഞാൻ അവളെ കണ്ടപ്പോൾ എന്ന് ആദ്യം പറയാം. എന്താണ്? when I saw her, അതാണ് ഞാൻ അവളെ കണ്ടപ്പോൾ. when I saw her, she was dancing on the stage. Okay, clear ആയോ എല്ലാവർക്കും? ഇനി ഒരു മലയാളം പറയൂ ആരെങ്കിലും. ഇന്നലെ എന്റെ അമ്മ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നു. ഇന്നലെ എന്റെ അമ്മ.
അടിപൊളിയായി ഫുഡ് ഉണ്ടാക്കി തന്നു. ഇന്നലെ എന്റെ അമ്മ എന്താണ് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നു, അടിപൊളിയായി ഫുഡ് ഉണ്ടാക്കി തന്നു. പറഞ്ഞു നോക്കിയേ. ഇന്നലെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരുമോ? ഓക്കെ, എന്തെന്ന് പറഞ്ഞു നോക്കിയേ. ഇവിടെ സബ്ജക്ട് ഏതാണ്? എന്റെ അമ്മ. അപ്പൊ മൈ മദർ അല്ല കുക്ക്ഡ്. മൈ മദർ എന്ത് ചെയ്തു? കുക്ക് ചെയ്തു. മറ്റേ കുക്ക്ഡ് പിന്നെന്താ ഡെലീഷ്യസ് ഫുഡ് എസ്റ്റർഡേ അങ്ങനെ വരുമോ? കംപ്ലീറ്റ് ചെയ്യൂ. മൈ മദർ കുക്ക്ഡ് ഡെലീഷ്യസ് ഫുഡ് എസ്റ്റർഡേ. Yeah, my mother cooked a delicious food. ഒരു ഫുഡാണ് ഉണ്ടാക്കിയത്. സോ നമ്മൾ അവിടെ മലയാളത്തിൽ പറയുമ്പോൾ ഒരു പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലാവുമ്പോ കുറച്ചുകൂടി നന്നായിട്ട് പറയും അല്ലെ. My mother cooked a delicious food yesterday. അല്ലെ, എന്താണ് ഡെലിഷ്യസ് ഫുഡ് കുക്ക് ചെയ്തു തന്നു എന്ന് പറയും. ഇവിടെ വരുമ്പോ എന്താ കുക്ക് ചെയ്തു എന്നാ വരാം. ലൈന പറഞ്ഞത് തന്നു അല്ലെ, എനിക്ക് തന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അമ്മ ഇന്നലെ ഒരു ഡെലീഷ്യസ് ഒരു നല്ല ഫുഡ് ഉണ്ടാക്കി തന്നു. സോ ഉണ്ടാക്കി എന്നാണ് അങ്ങനെ പറയാം. ഉണ്ടാക്കി. മലയാളത്തിൽ പറയുമ്പോ അങ്ങനെ തന്നു എന്ന് പറയുമ്പോ അത് ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാല് അമ്മ ഡെലിഷ്യസ് ഫുഡ് ഉണ്ടാക്കി എന്നാണ് കറക്റ്റ് അല്ലെ. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എനിക്ക് തന്നു എന്നാണോ? എനിക്ക് തന്നത് ഉണ്ടാക്കി തന്നു. ഉണ്ടാക്കി, അപ്പൊ ഉണ്ടാക്കിയത് പറയാൻ മതി, അപ്പൊ കറക്റ്റ്. മൈ മദർ കുക്ക്ഡ് എ ഡെലിഷ്യസ് ഫുഡ് യെസ്റ്റർഡേ അല്ലെ. ഓക്കെ, നമ്മളിങ്ങനെ പറഞ്ഞാലോ, എന്താണ് എനിക്ക് വേണ്ടി എന്റെ അമ്മ ഒരു ഡെലിഷ്യസ് ഫുഡ് ഉണ്ടാക്കി എങ്ങനെ പറയാ? ഇന്നലെ എനിക്ക് വേണ്ടി എന്റെ അമ്മ ഒരു ഡെലിഷ്യസ് ഫുഡ് ഉണ്ടാക്കി. എങ്ങനെയാ പറയാ? My mother made a delicious food for me yesterday. Yeah, made. Made പറയാം, വേണി കുക്കിടും പറയാം, കുഴപ്പമില്ല. My mother made a delicious food for me yesterday അല്ലെ. Yeah, clear. Next, മലയാളം പറയൂ. ഇന്നലെ ഞങ്ങള് പുറത്തു പോയ ഫുഡ് കഴിച്ച്. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു അല്ലെ. ഇതെങ്ങനെയാ വരാ? പറയൂ. ഇന്നലെ ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിച്ചു. ഇവിടെ സബ്ജക്ട് ഏതാണ്? We. യാ, വി. ഇപ്പൊ എങ്ങനെയാ വരാ? We had a dinner from outside yesterday. We had a dinner. We had dinner
outside From yesterday. outside yesterday. പറയാം, കുഴപ്പമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. എന്താണ് yesterday we went out and had food. ഇങ്ങനെയും പറയാം. പുറത്ത് പോയി ഫുഡ് കഴിച്ചു അല്ലെ, ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു എന്ന് പറയുമ്പോൾ yesterday we went out and had food. ഓക്കെ, ഇവിടെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ആണ് വരാം അല്ലെ. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? യെസ്റ്റർഡേ ലാസ്റ്റ് വന്നാലും കുഴപ്പമില്ല, ഇതിൽ ഫസ്റ്റ് വന്നാലും കുഴപ്പമില്ല. പോയി എന്ന് പറയുമ്പോൾ എന്താ? വി വെന്റ് ആണ്, വെന്റ് പോയി. യെസ്റ്റർഡേ വി വെന്റ് ഔട്ട് ആൻഡ് ഹാഡ് ഫുഡ്. ദെൻ ഇവിടെ എന്താണ്? വെന്റ് എന്ന് പറയുന്നത് പോയി അല്ലെ, കഴിഞ്ഞതാണ്, പാസ്റ്റ് ആണ്, ഫ്യൂച്ചർ ഫോം ആണ് വെന്റ്. ഓക്കെ, ദെൻ നമ്മള് ഫുഡ് ഞാൻ പറഞ്ഞു, നമുക്ക് കഴിക്കുക എന്നൊരു മീനിങ് കൂടി ഹാഡിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. സോ നമുക്ക് എന്താണ് സിംഗിൾ ആയിട്ട് ഹാഡ് ഫുഡ് എന്ന് പറയാം. ഓക്കെ, സോ ക്ലിയർ ആയോ? ഓക്കെ മാം ഇതിന്റെ നോട്ട് തരുമോ? നോട്ട് സ്ക്രീനിൽ കാണുന്ന നോട്ട് തരും ഞാൻ. മതിയില്ലേ? അതിനോണ്ടാണ് ഉദ്ദേശിച്ചേ. അല്ല മാം സാധാരണ നോട്ട് തരുന്നതല്ലേ. ഓക്കെ, നോട്ട് മലയാളത്തിൽ പറയുമ്പോ എഴുതുന്നായിരുന്നോ? നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് നമുക്ക് നോക്കാം. മലയാളത്തിൽ പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആ, അപ്പൊ നിങ്ങൾക്ക് നോട്ട് എഴുതാം. മതിയോ? ഓക്കെ മാം. So then, how was your Onam celebration? Tell me about that. ആരെങ്കിലും പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഓണം? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയൊക്കെ ആഘോഷിച്ചു? പറയാവോ ആരെങ്കിലും? സബീന, Yes, ma'am. സബീന ഓണം ആഘോഷിച്ചിരുന്നോ? സദ്യ ഉണ്ടാക്കി. ഓക്കെ, പറയൂ, ഷെയർ ചെയ്യൂ. Can you share with us? മലയാളം വേണോ? ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം നമുക്ക്. ട്രൈ ചെയ്ത് നോക്കൂ ഇംഗ്ലീഷില്. സബീന ഒന്ന് പറഞ്ഞു നോക്കിയേ, ട്രൈ ചെയ്യാം നമുക്ക്. നിഷ മലയാളത്തില് പറഞ്ഞോ, കുഴപ്പമില്ല, അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയാം. Ma'am, there is no Onam due to the death of my mother's sister. Then my daughter said that she wanted a feast and course. ബാക്കി കിട്ടുന്നില്ല. സബീന പറയൂ. Ma'am, we are living in Oman, so no special celebration. Just prepared one of Satya and we had. So simple one. Yeah. Yeah. Okay. Any other one? Anne Maria. Anne Maria. കുറെ പേര് ലെഫ്റ്റ്. ഇംഗ്ലീഷിൽ പറയാൻ രണ്ടും വരില്ല. ഇനി ആരാ പറയാ? നിഷ. നിഷ Yes, ma'am. ട്രൈ ചെയ്ത് നോക്കിയേ, ചേച്ചിയാലും കുഴപ്പമില്ല, ട്രൈ ചെയ്യും.
So tell me about your Onam celebration. You can tell me anything. Okay. Nisha? Nisha? പോയോ? ഇല്ല ഇല്ല. പറയൂ. എങ്ങനെയുണ്ടായിരുന്നു? ഓണം എങ്ങനെയുണ്ടായിരുന്നു? ആഘോഷിച്ചോ? കേട്ടോ? മലയാളത്തിൽ മാം. മലയാളം ആരാ വിളിച്ചേ? നയനയാണോ? അതെ. എന്തോ പറയൂ. There is no Onam because my mother's sister died. It has only been a month, 3 months. I made a small Onam Sadhya for my daughter. Okay. നയന ആദ്യം പറഞ്ഞപ്പോ നയനക്ക് തോന്നി മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നി. സോ പിന്നെ ക്ലിയർ ചെയ്തു അല്ലേ? Yes, ma'am. ഓക്കെ. ഇനി ആരാ പറഞ്ഞ? അഭിലാഷാണോ? പറയൂ. My Onam was not so good. Yeah, okay. Then കിട്ടുള്ളേ കിട്ടുന്നില്ല. കൈയൊന്ന് പ്രിപ്പയർ ആവാൻ പറ്റും നോക്കൂ. നിഷ, നിഷ കേൾക്കുന്നുണ്ടോ? നിഷ പോയോ? നിഷ യെസ് മാം. പറയൂ. ഞാൻ എഴുതിയിട്ട് പറയാം സർ. വേണേ, നമുക്ക് സമയം കഴിയും. ഓക്കെ. ഇനി ആരാ പറയാ? നിത്യ. നിത്യ, യെസ്. Yes, ma'am. Yeah. Tell me about your Onam. Ma'am, we are not celebrating Onam because my grandpa was dead, so we are not celebrated. So ഓണം ഉണ്ടായിരുന്നില്ല. So ശ്രീകുട്ടി, ശ്രീകുട്ടി, can you hear me? No response. നജ്ല, നജ്ല എന്നാണോ പേര്? നജ്ല ആണോ? നജ്ല എന്നാണോ? ക്ലാസ്സിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? അഞ്ജു, അഞ്ജു ഹലോ മാം. ആ ശ്രീകുട്ടി പറയൂ. എനിക്ക് വലിയതായിട്ടൊന്നും അറിയില്ല, പക്ഷെ അറിയുന്നത് പോലെ പറയാവേ. എന്തോ? വലിയ ഇതായിട്ടൊന്നും ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, പക്ഷെ പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കൂ. Our Onam was in the hospital and I just started celebrating yesterday. My doctor was in the hospital. Fever and oxygen level decreased and the sugar is increased. And 3 or 4 days ICU and shifted room. ബാക്കിയൊക്കെ കിട്ടുന്നില്ല, കയ്യിലെല്ലാം പോന്നു. ഓക്കെ, പറഞ്ഞല്ലോ, ഇത്രയും പറഞ്ഞില്ലേ, കുഴപ്പമില്ല. ഓക്കെ. ഇനി ആരാ? ഇനി ആരാ പറയാ? ഇനി പൊന്നി. പൊന്നി ക്ലാസ്സിലുണ്ടോ? ക്ലാസ്സിലുണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലെ?
Anju Matthew. Anne Maria. Yeah. ഇനി ആരുമില്ല ഞാൻ വിളിക്കാത്തത്. Milan Jiju Matthew. So Milan കേൾക്കുന്നുണ്ടെങ്കിൽ ആൻസർ മീ, റെസ്പോണ്ട് ചെയ്യൂ. ഉണ്ട് മാം, എന്നാ പറയൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. സോ എന്താണ് ഓണത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? 1 മിനിറ്റോ? Yeah. Okay. Yeah. Join ചെയ്തു. Okay. കണക്ട് ചെയ്തോ മിലൻ? Hello, ma'am. Yeah. Okay, tell me about your Onam. Ma'am, my Onam, there was nothing special for my Onam. We usually do not celebrate Onam. I don't know why. Yeah. Yeah. Okay. സോ ക്ലാസ്സിൽ ഇന്നത്തെ മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിലും കൂടെ ഫാസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും പ്രസന്റ് ക്ലിയർ അല്ലേ? പ്രസന്റൻസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? Yes, ma'am. ആണോ? Yes, ma'am. ക്ലിയർ ആണ്. സോ പാസ്റ്റ് ടെൻസ് ഡൗട്ട് ഉണ്ട് അല്ലെ? നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പാസ്റ്റ് ടെൻസ് കണ്ടിന്യൂ ചെയ്ത് പോവാം. സോ ഡൗട്ട് ക്ലിയർ ആവുന്നത് വരെ നമുക്ക് പാസ്റ്റ് ടെൻസ് തന്നെ ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സോ എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കണം. ക്ലിയർ? റെസ്പോണ്ട് ചെയ്യണം. ഇത് സംസാരിക്കാൻ പറയുമ്പോ സംസാരിക്കുക. കാരണം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ, കുറച്ചെങ്കിലും സംസാരിക്കണ്ടേ. അത് ഞാൻ വിളിക്കുമ്പോ മിണ്ടാതിരുന്നാല് എങ്ങനെയാ അത്? നിനക്കൊരു ഇംഗ്ലീഷ് ഫ്ലുവൻസിയിൽ കിട്ടണ്ടേ, കുറച്ചെങ്കിലും കിട്ടണ്ടേ. സോ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക, ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക, അതിന്റെ ക്ലാസ് മുന്നോട്ട് പോവാം. ഓക്കെ? Okay, ma'am. Okay. ഓക്കെ. Thank you all. Thank you, ma'am. Thank you, ma'am.